ശ്രീ ഒ ബി മാക്സിസ്, ഇപ്പം നമ്മൾ ആദ്യത്തെ ദിവസം ആ 1:38 മുതൽ ഈ വാർത്ത വന്നത് മുതൽ ഒരു നടുക്കത്തിലായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് പോലും അറിയാതെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു പകൽ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ വരുന്നു. കൂടുതൽ വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ബ്ലാക്ക് ബോക്സ് വീണ്ടെടുത്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ഈ നമ്മുടെ മുന്നിൽ ലഭ്യമായ വിവരങ്ങളൊക്കെ കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ അപകടത്തിന്റെ കാരണം എന്തായിരിക്കും? പലരും ഈ പക്ഷി ഇടിച്ചതാണോ, ഈ 2 എഞ്ചിനും ഫെയിലിയർ ആണോ, അങ്ങനെ കുറെ അഭ്യൂഹങ്ങളുണ്ട്. താങ്കൾക്ക് തോന്നുന്ന സ്പെക്കുലേഷൻ അല്ലാതെ താങ്കൾക്ക് താങ്കളുടെ അനുഭവ സമ്പത്ത് വെച്ച് ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു തിയറി ആയിട്ട് പറയാൻ കഴിയുന്നത് എന്താണ് സർ? ഈ അപകടത്തിനെ പറ്റിയുള്ള പരിമിതമായ വിവരങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ആ വീഡിയോ ക്ലിപ്പാണ്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ATC ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ച ചില സുഹൃത്തുക്കൾ മുഖേന ലഭിച്ച ചില വിവരങ്ങളാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ച് ഇത് അവലോകനം ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം സ്പഷ്ടമാണ്. ഈ ടേക്ക് ഓഫിന് ശേഷം ഏകദേശം ഒരു 15-20 സെക്കൻഡിനുള്ളിൽ എഞ്ചിൻ ഫെയിലിയർ സംഭവിച്ചിരിക്കുന്നു. എഞ്ചിൻ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ 2 എഞ്ചിനും ഒരേ സമയത്ത് ഫെയിലിയർ ആകുന്ന അപൂർവങ്ങളിൽ അപൂർവമായുള്ള ഒരു സംഭവമാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ കണ്ടെക്ട് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ വലിയ വിഷമമുള്ള കാര്യങ്ങളൊന്നുമല്ല. കാരണം ഈ എഞ്ചിനെ സംബന്ധിച്ച് എല്ലാ പാരാമീറ്റേഴ്സും, അതിൻ്റെ കോക്പിറ്റിൽ നടന്ന എല്ലാ സംഭവ വികാസങ്ങളും, അതിൻ്റെ ഡാറ്റ സ്പ്ലിറ്റ് സെക്കൻഡ് ഇന്റർവെല്ലിൽ റെക്കോർഡ് ചെയ്യുന്ന സംവിധാനമാണ് FTR എന്ന് പറയുന്നത്, ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത്. അതുപോലെ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, ഇത് അതിൻ്റെ കോക്പിറ്റിലെ ലാസ്റ്റ് നടന്ന ഹാഫ് ആൻ അവർ നടന്ന കോൺവെർസേഷൻസ് കംപ്ലീറ്റ്, അവിടുത്തെ ശബ്ദങ്ങൾ, അതെല്ലാം വാർണിങ്ങുകൾ, ഇതെല്ലാം കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ റീപ്ലേയിലൂടെ ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ പുറത്തു കൊണ്ടുവരാൻ യാതൊരു വിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ മുൻ ലേഖകൻ പറഞ്ഞതുപോലെ ഈ FTRന്റെ ഇന്റർപ്രിട്ടേഷൻ, ആ ഡാറ്റ വീണ്ടെടുക്കൽ, അത് അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് വിമാനത്താവളത്തിൽ വിമാന അപകടം നടന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ FTR അമേരിക്കയിൽ കൊണ്ടുപോയിട്ട് FAAയുടെ സഹായത്തോടുകൂടിയാണ് ഡീകോഡ് ചെയ്ത്. അതിനുശേഷം ഇന്ത്യയിൽ അങ്ങനത്തെ സംവിധാനം വന്നതായിട്ട് എനിക്ക് അറിവില്ല. അതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്ക് കഴിയുമില്ല. ഒരുപക്ഷെ അത് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കാം. എന്തായാലും ഈ എൻക്വയറി റിപ്പോർട്ടുകൾ നമ്മുടെ പഴയകാല ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ മാംഗ്ലൂർ എയർപോർട്ടിൻ്റെയും അവിടെ നടന്ന അപകടത്തിൻ്റെയും കോഴിക്കോട് എയർപോർട്ട് നടന്ന അപകടത്തിൻ്റെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻക്വയറി റിപ്പോർട്ടുകൾ ഏകദേശം 8 മാസം സമയത്തിന് ശേഷമാണ് ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പഠിച്ചതിന് ശേഷമാണ് അതൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. അതുവരെ നമ്മളിത് കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് ഇതുപോലുള്ള അപകടങ്ങളെ കുറിച്ച് ആളുകൾക്ക് ഊഹാപോഹങ്ങളും നിഗമനങ്ങളൊക്കെ നടത്താൻ നമ്മളെയൊക്കെ പ്രേരിപ്പിക്കും. സർ, ഈ ഒരു അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് ധാരാളം ഊഹാപോഹങ്ങളും നിഗമനങ്ങളും മാത്രമാണ് ഇപ്പോഴും നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ബോക്സിന്റെ വിവരങ്ങൾ ലഭിക്കുക, അതിലൂടെ മാത്രമാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാവുക. അത് മനസ്സിലാക്കുമ്പോഴാണ് ഇനിയൊരു അപകടം ഇനി ഇത്തരത്തിൽ ഉണ്ടാകാതിരിക്കാനും അത് സഹായിക്കുക, അല്ലേ സർ? തീർച്ചയായിട്ടും ഒരു എൻക്വയറിയുടെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൽ മിസ്റ്റേക്ക് ചെയ്ത ആരാണ് അവരെ കണ്ടെത്തി ശിക്ഷിക്കലല്ല, ഒരിക്കലും അതല്ല ഒരു ആത്യന്തികമായ ഇത്തരം അന്വേഷണങ്ങളുടെയൊക്കെ ലക്ഷ്യം. അതായത് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു, ഇതിൻ്റെ ഡിസൈനിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ പരിശോധിച്ച് അതിന് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയാണ് മെയിനായിട്ടുള്ള ഒരു എൻക്വയറിയുടെ ഫോക്കസ് എന്ന് പറയുന്നത്. ഈ സംഭവത്തിലും അത്തരം കാര്യങ്ങൾ നടക്കും. ഇത്തരം വിമാന ദുരന്തങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനുള്ള നടപടികൾ റെഗുലേറ്ററി അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.